രണ്ടാം ഇന്നിംഗ്സിന്റെ തുടക്കം 434 എന്ന എവറസ്റ്റ് ടോട്ടലിലേക്ക് നോക്കി സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗ് ആരംഭിച്ചു. എന്നാൽ രണ്ടാം ഓവർ ആയപ്പോഴേക്കും ആദ്യ വിക്കറ്റ് വീണു. ഓപ്പണറായ ബൊയേട്ട ഡിപ്പണർ പവനിയലിലേക്ക് മടങ്ങുമ്പോൾ സൗത്ത് ആഫ്രിക്കൻ സ്കോർ വെറും 3 റൺസ് മാത്രം. പതിയെ തുടങ്ങിയ ഇന്നിംഗ്സിൽ നിന്നും സ്മിത്തും ഗിബ്സും ചേർന്ന് 30-ാം ഓവറിൽ 279 55 പന്തിൽ 90 റൺസുമായി സ്മിത്തും 111 പന്തിൽ 175 റൺസുമായി ഗിബ്സും ഓസ്ട്രേലിയയ്ക്ക് അവരുടെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകി ഇരുവരും മടങ്ങി. ശേഷം 40-ാം ഓവറിൽ 342 സൗത്ത് ആഫ്രിക്കൻ ടോട്ടൽ പുരോഗമിച്ചു. എന്നാൽ ഒരു വശത്ത് 5 വിക്കറ്റുകൾ വീഴ്ത്തി നെതൻ ബ്രാക്കൻ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാരെ കുഴക്കിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 427-ന് 8 വിക്കറ്റ് എന്ന അവസ്ഥയിൽ മത്സരം 49-ാം ഓവറിലേക്ക് എത്തി. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി 43 റൺസുമായി ബൗച്ചറും ഒരു വശത്ത് നിലയുറച്ചു. അവസാന 3 പന്തുകൾ. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടത് 2 റൺസ്, ഓസ്ട്രേലിയയ്ക്ക് വേണ്ടത് ആ ഒരു അവസാന വിക്കറ്റ്. ശ്വാസമടക്കി ക്രിക്കറ്റ് ലോകവും ആരാധകരും. 5-ാം ബോളിൽ ലോങ് ഓണിലൂടെ ബൗച്ചറുടെ ആ ബൗണ്ടറി. ആവേശക്കടലായി സൗത്ത് ആഫ്രിക്കൻ ഡ്രസ്സിംഗ് റൂമും ഗ്യാലറിയും.